ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ഗുഡ്നസ് ടി വിയുടെ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നാം ഇന്ന് വെളിപാട് ഗ്രന്ഥത്തിലെ 7-ാമത്തെ അധ്യായമാണ് വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നാം ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപാട് 6-ാം അധ്യായത്തിലെയും 7-ാം അധ്യായത്തിലുമൊക്കെ ആശയങ്ങൾ നമ്മൾ കണ്ടു. 7 മുദ്രകൾ തുറക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണല്ലോ നാം 6-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. 7-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നാം കാണുക. ഭൗമികമായിട്ടുള്ള തലമാണ് 6-ാം അധ്യായത്തിൽ കാണുന്നത് എങ്കിൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗീയമായ തലത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 6-ാം അധ്യായത്തിൽ അവസാനം ആർക്കാണ് നിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ കണ്ടു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. അതിൻ്റെ ആരംഭത്തിൽ ഭൂമിയുടെ 4 കോണുകളിൽ നിൽക്കുന്ന 4 ദൂതന്മാരെ കണ്ടു. പിന്നീട് 9-ാം വാക്യം മുതൽ വെളുത്ത വസ്ത്രം ധരിച്ച 144,000 പേര് ദൈവസന്നിധിയിൽ നിൽക്കുന്നത് കണ്ടു. ഈ ദൈവസന്നിധി നിൽക്കുന്ന ആ 144,000 പേരെ കുറിച്ചുള്ള വിവരണങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം. 9-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ഇതിനു ശേഷം ഞാൻ കണ്ടു, ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത വലിയ ഒരു ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും ജനങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് അവരുടെ കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. ഇപ്പോൾ 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിലുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഇവിടെ കാണുക. ആർക്കാണ് നിൽക്കാൻ കഴിയുന്നത്? അത് വെളുത്ത വസ്ത്രം ധരിച്ച ഈ 144,000 പേരാണ്. അപ്പോൾ അവരെ അവതരിപ്പിച്ചിരിക്കുന്നത് സകല ജനതകളിലും ഗോത്രങ്ങളിലും ഒക്കെ നിന്നുള്ളവർ എന്നാണ്. അതായത് ഇത് ദൈവസന്നിധിയിലുള്ള രക്ഷിക്കപ്പെട്ട സർവ്വ ജനതയുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇനി നമ്മൾ 10-ാമത്തെ വാക്യത്തിലേക്ക് നാം കടക്കുന്നു. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വ്യാഖ്യാനം നടത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പല പ്രാവശ്യം ആവർത്തിച്ചതാണ്. ഇത് ദർശനഭാഗമാണ്. ഇപ്പം ഇവിടെ കാണുന്ന കാര്യങ്ങൾ, വിവരിക്കപ്പെടുന്ന കാര്യങ്ങൾ നാം അക്ഷരാർത്ഥത്തിലല്ല നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇത് യോഹന്നാൻ തനിക്ക് ലഭിച്ച അനുഭവങ്ങൾ പ്രതീക ഭാഷയിലാണ് അവതരിപ്പിക്കുന്നത്. ഇനി പ്രതീകങ്ങളിൽ പലതും എടുത്തിരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ആ പശ്ചാത്തലം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ അർത്ഥങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യാഖ്യാനത്തിൽ ഒത്തിരി പ്രാവശ്യം നമ്മൾ പഴയ നിയമ ഗ്രന്ഥങ്ങളിലേക്കെല്ലാം പോകും. അപ്പോൾ ഈ വാക്കുകളുടെയൊക്കെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം ആഴത്തിൽ ഗ്രഹിക്കുവാനായിട്ട് അത് നമ്മെ സഹായിക്കും. 10-ാമത്തെ വാക്യം, അവർ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, രക്ഷ സ്വർഗസ്ഥനായ നമ്മുടെ ദൈവത്തിൻ്റേതും കുഞ്ഞാടിൻ്റേതും. ഇപ്പോൾ രക്ഷ ദൈവത്തിൻ്റേതും കുഞ്ഞാടിൻ്റേതും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ടാണ് നാം ശ്രമിക്കുക. അപ്പോൾ രക്ഷ എന്നുള്ള ആ പദം അത് ഗ്രീക്കിൽ സൊത്തേരിയ എന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സോത്തേർ, രക്ഷകൻ എന്നുള്ള ആ പദം. അപ്പോൾ ഈ പദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അർത്ഥം നമ്മൾ പൂർണ്ണമായിട്ടും ഗ്രഹിക്കണമെങ്കിൽ അന്നാളുകളിലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം കൂടി അറിയണം. അന്നുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ജനങ്ങളെയെല്ലാം മറ്റ് ശക്തികളിൽ നിന്ന് മറ്റ് ഭരണാധിപന്മാരിൽ നിന്നൊക്കെ രക്ഷിച്ച്
അവിടെ സമാധാനം കൊണ്ടുവന്നത് റോമൻ ചക്രവർത്തിയാണ് എന്നുള്ള ആ ഒരു ധാരണയിൽ രക്ഷ ലഭിക്കുന്നത് ചക്രവർത്തിയിൽ നിന്നാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്രവർത്തിയെ വിളിച്ചിരുന്ന പേരുമാണ് രക്ഷകൻ എന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത് രക്ഷ ദൈവത്തിൻ്റേതും കുഞ്ഞാടിൻ്റേതുമാണ്. അതായത് നാമൊക്കെ കരുതുന്നത് പോലെ ഈ റോമൻ ചക്രവർത്തിയിൽ നിന്ന് ഈ അധികാര സംവിധാനങ്ങളിൽ നിന്നൊന്നുമല്ല രക്ഷ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള രക്ഷ ലഭിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുന്നു. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദപ്രയോഗം അവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വർത്തമാനകാല ക്രിയയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അവർ തുടർച്ചയായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, രക്ഷ അവിടുത്തെ പക്കലാണ് എന്ന് കാണിക്കുവാനായിട്ട്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു പ്രയോഗമാണ് നമ്മുടെ ദൈവത്തിന്. ഇപ്പോൾ ഇവർ ആരാധന അർപ്പിക്കുമ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ ദൈവത്തിന്. അപ്പോൾ നമ്മുടെ ദൈവത്തിന് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അത് നമുക്കറിയാം. നമ്മുടെ, എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുറച്ചുകൂടി വൈകാരികമായിട്ടുള്ള ഒരു ബന്ധവും അടുപ്പവും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ദൈവത്തിന് പറയുമ്പോൾ വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം ദൈവവുമായിട്ട് ഉണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ, നമ്മുടെയൊക്കെ രക്ഷയിൽ അതീവ താല്പര്യമെടുക്കുന്ന, ശ്രദ്ധാലുവായിരിക്കുന്ന ദൈവത്തിനും കുഞ്ഞാടിനുമാണ് ഇവർ സ്തോത്രങ്ങൾ ആലപിക്കുന്നത്. ഇനി 11-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ 5:11 കാണുന്ന ആ ദൂതന്മാർ തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഇനി ഇവർ സാഷ്ടാംഗം വീണ് ആരാധിക്കുന്നത് അത് ആരാധനയുടെ ആ ഉന്നതമായിട്ടുള്ള ഒരു ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് അവർ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് കാണിക്കുവാനായിട്ടാണ് അവർ സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് പറയുന്നത്. ഇനി ഇവരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്ക് 4 ജീവികൾക്കും ചുറ്റും നിന്നു. നമുക്കറിയാം അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം സ്വർഗീയ തലം തന്നെയാണ്. അപ്പോൾ സ്വർഗീയ തലത്തിലുള്ള ഒരു ആരാധനയാണെന്ന് പറയും. അതായത് ഒരു ആരാധനയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഇത് ആർക്കുള്ള സന്ദേശമാണ്? ആരാധക സമൂഹത്തിനുള്ള സന്ദേശം തന്നെയാണ്. ഇപ്പോൾ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആമേൻ, നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ശക്തിയും ബലവും എന്നും എന്നേക്കും ആമേൻ. ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ കാണുന്നു. ഈ വാക്യത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ആവർത്തിക്കപ്പെടുന്നൊരു പദമുണ്ട്, ആമേൻ. അപ്പോൾ ഈ ആമേൻ എന്ന് പറയുന്ന 2 പദങ്ങൾക്കിടയ്ക്കാണ് ദൈവത്തിൻ്റെ 7 വിശേഷണങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? ഇപ്പോൾ ആമേൻ എന്ന് പറഞ്ഞത് ആദ്യത്തെ ആമേൻ അത് മിക്കവാറും ആദ്യത്തെ സ്തുതികീർത്തനങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി 2-ാമത്തെ ആമേൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രാർത്ഥനയുടെ, ആരാധനയുടെ ഒരു അവസാന ഭാഗം സൂചിപ്പിക്കുന്ന പദവുമായി ആണെന്ന് നമുക്ക് കാണാം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ബഹുമതികൾ, ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ബലവും ശക്തിയും, അതൊക്കെ പഴയ നിയമത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ ദൈവത്തിനാണ് ഈ എല്ലാ മഹിമയും ഒക്കെ ഉള്ളത് എന്നിവിടെ പറയുന്നു. അപ്പോൾ ദൈവത്തിനുള്ള ആ സ്തുതിപ്പുകൾ ഇവിടെ കാണുന്നു. അതോടൊപ്പം ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ അർത്ഥവും നമുക്കൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നൊക്കെ അറിയാം. അവിടത്തേക്ക് മഹത്വവും ജ്ഞാനവും, ഇപ്പോൾ മഹത്വം അവിടുത്തേതാണ്, മഹത്വത്തിൽ ആയിരിക്കുന്നവനാണ് ദൈവം. ഇനി ജ്ഞാനവും അവിടുത്തേതാണ്, അറിവ് അവിടുത്തേതാണ്. അത് അർത്ഥമാക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ സർവ്വജ്ഞാനിയായിട്ടുള്ള ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ ആ പദ്ധതികൾ, അതിന് ഉള്ളിലാണ്
നമ്മുടെ ഒക്കെ നിലനിൽപ്പ്, നമ്മുടെയൊക്കെ ചരിത്രം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഇവിടെ എടുത്തു പറയുകയാണ്. പിന്നെ പറയുന്ന കാര്യങ്ങൾ അധികാരവും ശക്തിയും ബലവും അവിടുത്തേക്ക് എന്ന് പറയുമ്പോൾ, അപ്പോൾ യഥാർത്ഥത്തിൽ ശക്തിമാൻ അല്ലെങ്കിൽ അധികാരമുള്ളവൻ അതാരാണ്? ദൈവമാണ്. ആരല്ല? അവർ കരുതുന്നത് പോലെ റോമ ചക്രവർത്തിയല്ല. അപ്പോൾ റോമ ചക്രവർത്തിയോടുള്ള ആ ഒരു ഭക്ത്യാദരവ് അതൊക്കെ അസ്ഥാനത്താണ് എന്നുള്ള കാര്യം ഈ ആരാധന സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ തന്നെയാണ് എന്ന് ആണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നത് കാണുന്നു. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്ന കാര്യം വളരെ മനോഹരമായിട്ടുള്ള 1-2 വാക്യങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കുക. 13-ാമത്തെ വാക്യം, ശ്രേഷ്ഠന്മാരിലൊരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഇപ്പോൾ ശ്രേഷ്ഠന്മാരിലൊരുവൻ ചോദിക്കുന്നു. ശ്രേഷ്ഠന്മാരെയൊക്കെ നമ്മൾ 4-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ ശ്രേഷ്ഠന്മാരിലൊരുവനെ ചോദിക്കുകയാണ്, വെള്ളയങ്കി അണിഞ്ഞ് ഇവരാരാണ്? അപ്പോൾ ഈ ചോദ്യം യഥാർത്ഥത്തിൽ ആരോടാണ്? അത് ആരാധന സമൂഹത്തോട് തന്നെയാണ്, നമ്മോട് തന്നെയാണ്. അതായത് നമ്മുടെ അകക്കണ്ണുകൾ തുറന്നുകൊണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തെന്ന് നമ്മൾ ഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണിത്. വെള്ളയങ്കി അണിഞ്ഞ് ഇവർ. വെള്ളയങ്കി അണിഞ്ഞവരെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു, 6-ാമത്തെ അധ്യായത്തിലും കണ്ടിരുന്നു. ബലിപീഠത്തിന് കീഴെ ബലിയർപ്പിക്കപ്പെട്ട രക്തസാക്ഷിത്വം വരിച്ച ആളുകൾ നാം കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യത്തിന് എത്ര നാൾ കൂടി എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരമായി ലഭിക്കുന്ന എന്താണ്? അവർക്ക് വെളുത്ത വസ്ത്രം ധരിക്കുവാനായിട്ട് നൽകപ്പെട്ടു. അതായത് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ അവർ പങ്കുചേർന്നു. ഇനി ഇവിടെ 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, വെളുത്ത വസ്ത്രം ധരിച്ച 144,000 പേര്. ഇപ്പോൾ വീണ്ടും ചോദിക്കുന്നു, ഈ വെള്ളയങ്കി അണിഞ്ഞ് ഇവർ ആരാണ്? അപ്പോൾ വെള്ളയങ്കി അണിഞ്ഞവർ ആരാണ് എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്തെന്ന് നമുക്ക് അടുത്ത വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 14-ാമത്തെ വാക്യം, ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ പ്രഭു അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം അങ്ങോട്ട് തന്നെ പറയുകയാണ്, എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങേക്കറിയാമല്ലോ എന്ന് പറഞ്ഞ്. ഇനി ആ ശ്രേഷ്ഠൻ തന്നെ മറുപടി പറയുന്നു, ഇവരാണ് വലിയ ക്ലേശത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചവർ. ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവരാണ് വലിയ ക്ലേശത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചവർ. ഒരു ചോദ്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് രക്തത്തിൽ കഴുകിയാൽ അങ്കികൾ വെളുക്കുന്നത്? അത് രക്തക്കറ പുരളുകയേ ഉള്ളൂ. ആദ്യം ചുവപ്പ് നിറം, കുറച്ച് കഴിയുമ്പോൾ അതിന് നിറം മാറി കുറച്ചുകൂടി ഇരുണ്ട നിറമായിട്ട് മാറും, ഒരു ഇരുണ്ട നിറമായിട്ട് മാറും. അപ്പോൾ വെളുത്ത വസ്ത്രം രക്തത്തിൽ കഴുകിയാൽ അത് വെളുക്കുകയല്ല, നമ്മുടെയൊക്കെ അനുഭവത്തിൽ അത് ഇരുണ്ട നിറമുള്ള വസ്ത്രമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന്, ഇവർ വലിയ ക്ലേശത്തിലൂടെ കടന്നു പോയവരാണ്. വലിയ ക്ലേശത്തിലൂടെ. അപ്പോൾ എന്താണ് വലിയ ക്ലേശത്തിലൂടെ കടന്നു പോയവരെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? നാം 1-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്വയം പരിചയപ്പെടുത്തിയ ആ അവസരത്തിലും ഈ ക്ലേശത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ക്ലേശം എന്ന് പറയുന്നത് അത് സഭയുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ആ വേദനകൾ, സഹനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനെ പല വിധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചിലർ പറയും ഇത് വരാൻ പോകുന്ന ഞെരുക്കങ്ങളെ ആണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം മുതൽ വരാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 17 മുതലേ ഒന്ന് വായിക്കാം. പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ താഴേക്ക് ഇറങ്ങാതിരിക്കട്ടെ, വയലിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത്. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം,
എന്ന് പറഞ്ഞിങ്ങനെ അന്ന് സംഭവിക്കാൻ പോകുന്ന ആ ദുരിതങ്ങളെക്കുറിച്ച്, കഷ്ടതകളെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് മത്തായി സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന ആ കാലത്ത് യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോക്കലിപ്റ്റിക് ഭാഷയിലൊക്കെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ വരാൻ പോകുന്ന ക്ലേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചിലരൊക്കെ പറയുന്നു. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. അതായത് സഭ കടന്നു പോകുന്ന ആ ക്ലേശങ്ങൾ, എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ക്ലേശങ്ങളെയാണ് ഈ ദുരിതങ്ങൾ എന്ന് പറയുമ്പോഴൊക്കെ അർത്ഥമാക്കുന്നത്. അപ്പോൾ വലിയ ക്ലേശങ്ങളിലൂടെ കടന്നു പോയവർ, ഇപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ വെളിപാടിൻ്റെ ഈ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ യേശുവിനോട് വിശ്വസ്തത പുലർത്തുവാൻ വേണ്ടിയിട്ട് ദൈവജനം കടന്നു പോകുന്ന ആ സഹനങ്ങൾ, അവർ സ്വീകരിക്കുന്ന കഷ്ടതകൾ, പീഡനങ്ങൾ, ഇതെല്ലാമാണ് ആ വലിയ ക്ലേശങ്ങൾ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളെയും അല്ല ഇതൊക്കെ അർത്ഥമാക്കുക. അപ്പോൾ യേശുവിനോട് വിശ്വസ്തത പുലർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു. ഈ ബലിപീഠത്തിന് താഴെ ഉള്ളവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ദൈവവചനത്തിനും അവിടുത്തെ സാക്ഷ്യത്തിനും സാക്ഷ്യം നൽകിയെന്ന്, അതായത് യേശുവിൻ്റെ സാക്ഷ്യത്തിൽ അവർ പങ്കുചേർന്നുവെന്ന്. അപ്പോൾ യേശുവിനോട് വിശ്വസ്ത പുലർത്തുവാനായിട്ട് അവിടുത്തെ പാതയിലൂടെ ചരിക്കുവാൻ വേണ്ടിയിട്ട് അവർ സ്വീകരിക്കുന്ന വേദനകളും കഷ്ടതകളുമൊക്കെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി ഈ ഒരു ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെയാണ് പറയുന്നത് ഇവർ വലിയ ക്ലേശത്തിലൂടെ കടന്നു പോയവരാണ്. ഇവരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചത്. ഇപ്പോൾ രക്തത്തിൽ അങ്കികൾ കഴുകി വെളുപ്പിക്കുക. അപ്പോൾ അതിന് രസകരമായിട്ടുള്ള ഒരു പശ്ചാത്തലം ലേവ്യരുടെ പുസ്തകത്തിലുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം ഞാനതൊന്ന് വായിക്കാം. അനന്തരം മോശ കുറച്ച് അഭിഷേക തൈലവും ബലിപീഠത്തിന്മേലുള്ള രക്തവും എടുത്ത് അഹ്റോൻ്റെയും അവൻ്റെ വസ്ത്രങ്ങളുടെയും മേലും പുത്രന്മാരുടെയും അവരുടെ വസ്ത്രങ്ങളുടെയും മേലും തളിച്ചു. അങ്ങനെ മോശ അഹ്റോനെയും അവൻ്റെ വസ്ത്രങ്ങളെയും പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളെയും വിശുദ്ധീകരിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ പുരോഹിതരുടെ അങ്കികൾ വിശുദ്ധീകരിക്കുവാനായിട്ട് ഈ രക്തത്തിൽ മുക്കുന്ന അല്ലെങ്കിൽ രക്തം അവയിൽ തളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലമാണോ ഇവിടെയുള്ളത്? അപ്പോൾ അവിടെ ആ രക്തം തളിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ രക്തം തളിച്ച് അത് വെണ്മയുള്ളതാക്കി മാറ്റുന്നതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും ആ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ കടന്നു വരേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ രക്തത്തിൽ കഴുകി വെളുപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? യഥാർത്ഥത്തിൽ യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെ നാം അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ ശോഭയിൽ പങ്കുചേരുക എന്നതാണ്. അപ്പോൾ യേശു കുരിശിൽ ചിന്തിയ ആ രക്തത്താലാണ് നാം വെണ്മയുള്ളവരാക്കി മാറ്റപ്പെടുന്നത്. ഇപ്പോൾ 1-ാമത്തെ യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുമെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ രക്തമാണ് നമ്മെ ശുദ്ധിയുള്ളവരാക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങളെ വെണ്മയുള്ളതാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇതിന് സമാനമായിട്ടുള്ള ഒരു വാക്യം തന്നെയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പോൾ രക്തത്തിൽ കഴുകി വെളുപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? യേശു കുരിശിൽ ചിന്തിയ ആ രക്തത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകപ്പെട്ട് നാമൊക്കെ വെണ്മയുള്ളവരായി മാറി എന്നാണ്.
അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ ആണ് നമ്മൾ ഉത്ഥാനത്തിൽ പങ്കുചേരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരെ ഇപ്രകാരമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ 144,000 പേര് അവർ പീഡനങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ അവരൊക്കെ ആ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് ആ വെളുത്ത ധവള വസ്ത്രം ധരിച്ച് അവിടുത്തെ സന്നിധിയിലായിരുന്നു അവിടത്തേക്ക് ആരാധന അർപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിലുള്ള ചോദ്യം, ആർക്കാണ് നിൽക്കുവാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരമാണ് നാം ഇവിടെ കണ്ടത്. 144,000 പേരാണ്. ഇനി ഈ ഉത്തരത്തിൽ വേറൊരു ചോദ്യത്തിന് ഉത്തരം കൂടി നാം കാണുന്നുണ്ട്. എന്താണത്? എപ്രകാരമാണ് അവർക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്? എപ്രകാരമാണ് അവിടുത്തെ ഉത്ഥാനത്തിൽ, യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുവാൻ സാധിക്കുന്നത്? അതെപ്രകാരമാണ്? അത് അവിടുത്തെ പീഡാനുഭവത്തിൽ പങ്കുചേർന്ന്, അവിടുത്തെ കുരിശുമരണത്തിൽ പങ്കുചേർന്ന്, സഹനങ്ങളിലൂടെ, പാതയിലൂടെ യേശുവിനെ അനുഗമിച്ചാണ് അവർ ഇതിൽ പങ്കുചേരുന്നത് എന്ന് ഇവിടെ അർത്ഥമാക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വിശുദ്ധി ലഭിക്കുന്നത് തീർച്ചയായിട്ടും മാമോദീസയിലൊക്കെയാണ്. അപ്പോൾ മാമോദീസയിൽ നമുക്ക് ലഭിച്ച ആ ഒരു വിശുദ്ധി, ആ ഒരു രക്ഷ, അത് നാം അഭംഗുരം കാത്ത് പരിപാലിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇവിടെ ഈ വിശുദ്ധി ഇവിടെ കഴുകി വെളുപ്പിച്ചവരാണ് എന്ന് പറയുമ്പോൾ അതിലർത്ഥമാക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരാണ് എന്ന് വെച്ചാൽ ആരാണ് കഴുകി വെളുപ്പിക്കുന്നത്? അത് അവരുടെ തന്നെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ദൈവജനത്തിൻ്റെ തന്നെ ഉത്തരവാദിത്വമാണ് ഈ വിശുദ്ധിയിൽ പങ്കുചേരുക, ആ വിശുദ്ധി അഭംഗരം പരിപാലിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും യേശുവിൻ്റെ രക്ഷ, കുരിശുമരണം വഴി അവിടെ നിന്ന് നൽകിയിരിക്കുന്ന രക്ഷ, അത് നമുക്ക് സൗജന്യമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു. മാമോദീസയിലൂടെ ആ രക്ഷയിൽ നാം പങ്കുചേരുന്നു, നാമൊക്കെ വെണ്മയുള്ളവരായി തീർന്നിരിക്കുന്നു. പക്ഷേ ഈ വിശുദ്ധിയിൽ അത് തുടരണമെങ്കിൽ നാം തന്നെ അതിനായിട്ട് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു സൂചന കൂടി ഇവിടെ നമ്മൾ ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 13-ാമത്തെ വാക്യം, ആരാണ് വെള്ളയങ്കി അണിഞ്ഞവർ? അവർ വലിയ ക്ലേശത്തിലൂടെ കടന്നുപോയവരാണ്. അതായത് യേശുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് വഴിയായിട്ടാണ് അവർ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് എന്ന് നാം ഇവിടെ കണ്ടു. ഇനി 15-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലായിരിക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യേശുവിന് സാക്ഷ്യം നൽകി അവിടുത്തെ കുരിശുമരണത്തിൽ പങ്കുചേരുന്നത് കൊണ്ട് അതുവഴിയായിട്ട് അവർക്ക് ദൈവത്തിൻ്റെ ആലയത്തിൽ ആയിരിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ യേശുവിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് ലഭിക്കുന്ന ആ ഒരു സൗഭാഗ്യം, അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക, അവിടുത്തെ ആലയത്തിലായിരിക്കുക, വേറൊരു വാക്യത്തിൽ പറഞ്ഞാൽ അവിടുത്തെ സ്വർഗത്തിൽ ആയിരിക്കുക എന്നത്. അപ്പോൾ വിജയം വരിച്ചവർ ദൈവസന്നിധിയിലായിരിക്കുന്നതും അനവരതം ആരാധിക്കുന്നതുമൊക്കെ നമ്മളിവിടെ കാണുന്നു. അപ്പോൾ ഭൂമിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലർ മാത്രമാണ് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു ചെല്ലുന്നതെങ്കിൽ, ഇസ്രായേലിലെ ജെറുസലേം ദേവാലയത്തിൽ നമുക്കറിയാം കുറച്ച് പേർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേർക്ക് മാത്രമേ അവിടെ കടന്നു ചെന്ന് ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാവരും, സകല ജനതകളും ദൈവത്തോട്, യേശുക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുന്ന എല്ലാവരും ഈ ആരാധനയിൽ പങ്കുചേരുന്നു എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുന്നു. ഇനി ഇവിടെ പറയുന്ന അടുത്ത ഒരു ഭാഗം, സിംഹാസനസ്ഥൻ അവർക്ക് മേൽ തൻ്റെ കൂടാരം വിരിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ ഇവർ ആരാധിക്കുന്നു, സ്വർഗത്തിലായിരിക്കുന്നു. ഇനി ഇവരെക്കുറിച്ച് പറയുന്ന അടുത്ത ഒരു മനോഹരമായിട്ടുള്ള വാക്യമാണ്, സിംഹാസനസ്ഥൻ അവരുടെ മേൽ കൂടാരം വിരിക്കും. അപ്പം ഇതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് അവരുടെ മേൽ കൂടാരം വിരിക്കും എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? സ്കെനേവോ എന്ന് പറയുന്ന ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ അറിയണമെങ്കിൽ പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അപ്പോൾ
ദൈവസാന്നിധ്യത്തിൻ്റെ ആ കൂടാരമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്, ദൈവസാന്നിധ്യത്തിൻ്റെ കൂടാരം. അപ്പോൾ ഈ ഒരു ചിത്രം നമുക്ക് കുറെ കൂടി മനസ്സിലാകുന്നത് പഴയ നിയമ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ എവിടെയാണ് നമ്മൾ കൂടാരങ്ങൾ കാണുന്നത്? ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന്, ഫറവോയുടെ അടിമത്തിൽ നിന്ന് മോചിതരായി ഒരു വാഗ്ദത്ത ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു കഥ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ദൈവം അവരുടെ ഇടയിൽ വസിക്കുന്നത് കൂടാരങ്ങളിലാണ്. അതായത് അവരോട് കൂടെ ഉണ്ടായിരുന്ന വാഗ്ദാന പേടകം, അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ്. അപ്പോൾ ഈ വാഗ്ദാന പേടകം അത് അവരുടെ ഇടയിലായിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഉള്ള ആ ഒരു കൂടാരം, അപ്പോൾ ആ ഒരു ചിത്രത്തിൽ നിന്നാണ് ദൈവം അവരുടെ ഇടയിൽ കൂടാരം വിരിച്ചു എന്ന ആ ഒരു പ്രയോഗം തന്നെ വരുന്നത്. അതായത് അവരുടെ ഇടയിൽ വസിക്കുന്നു. അപ്പോൾ പുറപ്പാട് യാത്രയിൽ തുടർച്ചയായിട്ട് ദൈവത്തിൻ്റെ ഈ സാന്നിധ്യം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എവിടെയൊക്കെ ഇസ്രായേൽ ജനം പോകുന്നു, അപ്പോൾ അവിടെയൊക്കെ വാഗ്ദാന പേടകം അവരുടെ കൂടെ പോകുന്നു. അപ്പോൾ ആ വാഗ്ദാന പേടകം ഉള്ളിടത്ത് അവിടുന്ന് കൂടാരമടിക്കുന്നു. അപ്പോൾ അത് അവർക്ക് ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. അപ്പോൾ അത് അവർക്കുള്ള ഒരു ആത്മീയമായിട്ടുള്ള ശക്തിയും ഊർജവുമായിരുന്നു ഈ ദൈവത്തിൻ്റെ ഈ സാന്നിധ്യം. അപ്പോൾ അവരുടെ മേൽ കൂടാരം വിരിക്കും എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഈ പഴയ നിയമത്തിൽ ദൈവജനത്തോടു കൂടെ ഉണ്ടായിരുന്ന ആ ദൈവസാന്നിധ്യം തന്നെ ഇവരോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഇനി ഇത് കുറച്ചുകൂടി നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും സ്തുതി.